ഹായ് കൂട്ടുകാരെ, അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും സ്വിമ്മിങ് പൂളിലാണ്. അപ്പോൾ രാവിലത്തെ ഒരു ചെറിയ വ്യൂ ആയിട്ട് ഇന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റപ്പോഴുള്ള കാണണ്ടേ, അപ്പോൾ നോക്കട്ടെ എന്ന്. അപ്പോൾ രാവിലെ നൗഫ് തണുത്ത് വിറച്ചൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നോക്കിയാൽ നല്ല തണുപ്പുണ്ട്, പുറത്ത് നല്ല കോടയുണ്ട്, നല്ല തണുത്ത കാറ്റ്. ഡോർ തുറക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രീസറിൻ്റെ ഡോറൊക്കെ തുറക്കൂലേ, അതുപോലെ അങ്ങോട്ട് തണുത്ത കാറ്റ് കേട്ടോ അടിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു തണുപ്പിലും കോച്ചിലൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് റൂമിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ നൗഫ് തന്നെ ഇട്ടത്, ഞാൻ ഇട്ടില്ലായിരുന്നു. ഞാൻ ഇട്ടില്ല, അങ്ങനെ രാവിലെ തന്നെ എണീറ്റായിരുന്നു. ഒരു 6-6:30 ഇപ്പോൾ തന്നെ എണീറ്റു. പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല, അങ്ങനെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാത്രി തുറക്കമൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സുഖമൊന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല തണുപ്പായിരുന്നു. മക്കളൊക്കെ ഇവിടെ ഉറങ്ങുവാണ്. അൽഫിമോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എണീറ്റ് എല്ലാവരും സ്വിമ്മിങ് പൂളും നല്ല തണുപ്പാണ്. അപ്പോൾ ഐഷുമോൾ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് തണുപ്പ് മാറ്റിക്കൂടിയേ, തണുപ്പ് മാറ്റി നല്ല തണുപ്പ്, നല്ല ഫ്രീസറിൽ ഇരിക്കുന്ന തണുത്ത വെള്ളമില്ലേ, അതുപോലെ നല്ല തണുത്ത വെള്ളമാണ്. അതുമോനും ഉറങ്ങിയിട്ടുണ്ട്. അതുമോനെ കരയിൽ നിർത്താൻ നോക്കിയിട്ട് അവൻ ജമ്മ നിൽക്കൂല. അവനപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് നേരമൊക്കെ ഇറങ്ങി. പിന്നെയും അപ്പോൾ ഈ ഒരു കുറച്ച് കുട്ടികൾക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രം ഒരു ചെറിയ പോർഷനാണുള്ളത്. അത് ഉണ്ട്, അത്രയും വെള്ളമുള്ളൂ, ആ മോൻ നിൽക്കണം അത്രയും വെള്ളമുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ കുട്ടികൾക്ക് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഐഷുമൊക്കെ നല്ല തണുപ്പിൽ വിറച്ചിറങ്ങുന്നുണ്ട്. അതിനെ ഞാൻ വിളിച്ചിട്ട് അതും വരുന്നുമില്ല. അവന് ആ ഒരു പോർഷൻ്റെ സൈഡോട് ഇങ്ങനെ നടക്കണതാണ്. അപ്പോൾ ഇതാണ് സ്വിമ്മിങ് പൂളിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്കൊരു ടോയ്ലറ്റൊക്കെ ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് കുളിച്ച് കയറി പോരാം. അപ്പോൾ അതേ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിന്ന് നല്ല നീന്തി ആസ്വദിച്ച് കുളിക്കുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര തണുപ്പുണ്ട്, എന്നാലും അവർ കുളിച്ച് നടപ്പുണ്ട്. അതുമോനാണെങ്കിലും ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്, നല്ല ഇറങ്ങുന്നില്ല. അവനിങ്ങനെ ഭയങ്കരമായിട്ട് വിറക്കുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് വിറക്കുന്നുണ്ട്. അതുപോലെ ഇത്തിമാർ നന്നായിട്ട് കെയർ ചെയ്തോളും. 2-3 പേരാണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്തോളും, അതുകൊണ്ട് കുഴപ്പമില്ല. അവരാണെങ്കിൽ അറ്റത്ത് നടക്കേണ്ട, എൻ്റെ നെഞ്ചിക്ക് ഇടിങ്ങി വന്ന് ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് അത്ര അറ്റത്തായിരുന്നതാണ്. പക്ഷെ അവർ മൂത്തവർ രണ്ടുപേരാണെങ്കിലും നന്നായിട്ട് കെയർ ചെയ്തോളും, അവരതുപോലെ നോക്കിക്കോളും. അതുവിനിപ്പോൾ നന്നായിട്ട് വിറക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഈ ടൈമിന് വെള്ളത്തിലുണ്ട് കേട്ടോ, അങ്ങനെ എല്ലാവരും വെള്ളത്തിലുണ്ട്. ഇനി വെള്ളത്തിലുള്ള സീൻ നിങ്ങളെ കാണിക്കാൻ ഇച്ചിരി മടിയായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ആണെങ്കിലും വിറച്ചപ്പോൾ അവൻ്റെ തൊട്ടടുത്ത് ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കാണിക്കാൻ എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നീന്തി വാ അവിടെ നിന്ന്. ഒന്നും എല്ലാവർക്കും നന്നായിട്ട് നീന്താൻ അറിയാം, അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. എനിക്കറിയില്ലെങ്കിലും എൻ്റെ മക്കൾക്കറിയാം. അത് കൂട്ടനെ അറിയില്ല, അത് കൂട്ടനെ പഠിപ്പിച്ചെടുക്കണം. ഐഷ മോളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലേ തന്നെ പഠിച്ചായിരുന്നു. ഇപ്പോൾ ഇവർ നന്നായിട്ട് നീന്തും. അപ്പോൾ അവിടെ നിന്ന് നീന്തി മത്സരം കഴിഞ്ഞൊക്കെ വരികയാണ്. 3 പേരും നീന്തി കഴിഞ്ഞ് അതൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ 2 ബട്ടൂര എടുത്തു, 2 ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഇഡ്ഡലിയാണ് കൊടുത്തത്, അവനും ഒരു ഇഡ്ഡലി കഴിച്ചു. ബട്ടൂര നല്ല ടേസ്റ്റുള്ള ബട്ടൂരയായിരുന്നു. കറികളും ഒക്കെ നല്ല ടേസ്റ്റിയായ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കഴിഞ്ഞു, എന്നാൽ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, ഇതിനിടയ്ക്ക് ഞാൻ പറയാം. ബട്ടൂര ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, ബ്രെഡ് റോസ്റ്റ് ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ പാലും കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിച്ചിങ്ങനെ കഴിക്കണം. എന്തായിരുന്നത്, ചോക്കോസ് ഉള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് 1-2 സ്ഥലങ്ങളൊക്കെ കാണാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം എന്നുള്ള ഒരു മൈൻഡിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് ഇറങ്ങൽ ഡാം ഉണ്ടെന്ന് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ആന ഇറങ്ങൽ ഡാം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏത് ആനയാണെന്ന് അറിയാമോ? നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഏത് ആന ഇറങ്ങൽ ഡാമായിരുന്നു എന്ന് ഞാൻ പറയാം. അപ്പോൾ അത് അങ്ങോട്ട് പോകാനുള്ള സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുവാണ്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അവിടെ ഒരുപാട് ആൾക്കാർ ഈ ടൂറിസ്റ്റുകാരും മൂന്നാർ ഒരുപാട് പേര് പോകുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്ത് പോലും വളരെ കുറവാണ്. അവർ ടൂറിസ്റ്റുകാരിൽ വരുന്നതും വളരെ കുറവാണ്. അപ്പം ആനയിറങ്ങൽ ഡാം ഇതാണ് ആനയിറങ്ങൽ. ഇത് ഏത് ആന ഇറങ്ങണേന്നറിയാവോ? നമ്മുടെ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും
പിന്നെ എന്താണ് മുറിവാലൻ കൊമ്പനും അവർ അവിടെ പറഞ്ഞ ഒരു 5-8 കൊമ്പന്മാരുടെ പേര് പറഞ്ഞു. അതൊക്കെ ഞാൻ മറന്നു. തലക്കൊമ്പൻ, മുറിവാലൻ കൊമ്പൻ, അങ്ങനെ കുറേ കൊമ്പന്മാരുടെ അവർ അവിടെ പേര് പറഞ്ഞായിരുന്നു. ഇതാണ് ഡാം. അപ്പം നമ്മൾ ഇവിടെ കൂടി ഡാമിൻ്റെ പൊക്കത്തൂടെയാണ് വന്നത്. അപ്പം അങ്ങോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുവാണ്ട. ഞങ്ങളിവിടെ കൂടി ഇറങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഞങ്ങൾ ചെയ്തെന്താണെന്ന് അറിയാവോ? ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ചാടി ഇറങ്ങി നടന്നു പോവുകയാണ് ചെയ്തത്. ഇവിടെ കൂടി ആരും ഇറങ്ങാറൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഇനി പോകണമെങ്കിൽ പിന്നെയും ഞങ്ങൾ നടന്ന് ഒരുപാടായിട്ട് വഴിയുണ്ട് താഴത്തേക്ക് ഡാമിലേക്ക് ഇറങ്ങാൻ. നമുക്കുള്ളിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടുന്ന് എളുപ്പ വഴി നോക്കിയിട്ടാ. അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ അവിടെയൊക്കെ ചുറ്റുകറന്ന് നോക്കി. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന് കണ്ടപ്പോഴത്തെ എന്ത് ഈ സംഭവം, കാരണം അതിൻ്റെ അകത്ത് വെള്ളവും ഇല്ല, ഒന്നുമില്ല. ആന ഇറങ്ങുന്ന ഡാമാണെന്ന് പറയുന്നത്, വെള്ളമെന്ന് പറയുന്ന സാധനം ഇല്ല. ഇത്രയും മഴ പെയ്തിട്ട് ഇവിടെ എന്താ വെള്ളം ഇല്ലാത്ത എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. ഞങ്ങൾക്കപ്പോൾ അത് കണ്ടിട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല കാണാൻ ഭംഗിയ സ്ഥലമാണ്. അത് ഭംഗിയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കുമുണ്ട്. അപ്പം ഞങ്ങൾ വണ്ടി ഇറങ്ങി പോകുന്ന സമയത്ത് കുറച്ച് ഈ ഡാമിന് തൊട്ട് മുമ്പായിട്ടൊരു പാർക്ക് കാണിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ കയറി. അവിടെ കയറിയില്ല, നമുക്ക് ഇവിടെ കയറിയിട്ട് കയറാമെന്ന്. അപ്പോൾ അതേ നോക്കി ഞങ്ങൾ അവിടെ മതിൽ ചാടി ഇറങ്ങിപ്പോകുന്ന സീനാണിത്. അപ്പം ഞാൻ ഇത്രയും നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇനി തെന്നി വീഴണ്ട, കാരണം നമ്മൾ ഒരിക്കൽ പോയി ഇപ്പോൾ തെന്നി കാലിൻ്റെ ഒരു എല്ലൊക്കെ പൊട്ടിയതാണല്ലോ. അപ്പോൾ അത് കണ്ട് ഞാൻ പിടിച്ചോളാം എന്ന് പറയാം. അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്നും പറയും. ഞാൻ പയ്യെ സാഹസികമായി നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ നല്ല വെച്ചാൽ ചെരുപ്പാണ് മെയിൻ പ്രശ്നം, അതിങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ട്, സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നേരെ നോക്കി നടന്നില്ലെങ്കിൽ താഴത്തുണ്ടാവും, എന്നെ കൊണ്ട് വയ്യ എന്നെ പിടിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ വന്നോളാം, നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ നേരെ പോയി. അപ്പം ഞാൻ പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കി വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അടിയിൽ ഇടിച്ച് വീഴും. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ഓണാക്കി അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മേളിൽ ചാടി വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചാടി വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് മീൻ പിടിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടായിരുന്നു. അവിടെ കുറേ മീൻ പിടിക്കുന്ന ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട്. അവിടെ കുറച്ച് സ്ഥലങ്ങൾ നിൽപ്പുണ്ട്, അവരൊക്കെ മീൻ പിടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മീൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്, അപ്പോൾ ഇത് ഡാമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പുഴയിലുള്ള വെള്ളം പോലും ഇല്ലല്ലോ, ഇതെന്ത് വേനൽക്കാലത്ത് കിടക്കും പോലെ കിടക്കുന്നത്, ഇപ്പോൾ നല്ല അത്യാവശ്യം മഴയുണ്ടല്ലോ, പിന്നെ എന്താ വെള്ളം ഇല്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുവാണെന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് നമുക്കറിയില്ല, യൂണിഫോമിലൊന്നും അല്ല, അവരെ ടൈം പാസിന് വേണ്ടി ഒരു മീൻ പിടിക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവരെ പരിചയപ്പെട്ട് അവർ പറഞ്ഞ അറിവാണ് ഉള്ളത്, ഇവിടെ നമ്മുടെ അരിക്കൊമ്പനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നുള്ളത്. അപ്പം എൻ്റെ മുഖം കൂടുതൽ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വീണ്ടും ക്യാമറ അൽഫീനെയൊക്കെ ഏൽപ്പിച്ചു. ഞാൻ അതും ഉറങ്ങുമായിരുന്നു, അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുമ്പോൾ അൽഫി മോളാണ് ആദുമോനെ എടുക്കുന്നത്. അത് ഇടയ്ക്ക് വാപ്പി എടുക്കും, അങ്ങനെ വേറെ ആരുടെ അടുത്തും അവൻ പോവില്ല കേട്ടോ, അവൻ പോകാൻ ഇച്ചിരി മടിയാണ്. അപ്പം പിന്നെ ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അൽഫി മോളാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ അൽഫി മോള് മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇവിടെ അരിക്കൊമ്പന്മാർ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു, അരിക്കൊമ്പനെ ഓടിച്ച് കാട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ബാക്കി ചക്കക്കൊമ്പൻ, അതുപോലെ മുറിവാലൻ കൊമ്പൻ, പിന്നെ എന്തൊക്കെയോ കൊമ്പന്മാരുടെ പേരൊക്കെ പറഞ്ഞ് അവരൊക്കെ സ്ഥിരമായിട്ട് വന്ന് വെള്ളം കുടിക്കുന്ന ഡാമായിരുന്നു എന്നും അവർ അങ്ങനെ ദൂരെ ഒരു ചൂണ്ടി കാട്ടി പറഞ്ഞു ആ കാട്ടിലാണ് അവർ കൊമ്പന്മാർ കൂടുതലായിട്ട് ഉള്ളത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാമിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഡാം എന്ന് വെച്ചാൽ തുറന്നു വിട്ടിട്ടാണ് ഇത്രയും വെള്ളം കുറവുള്ളത്. അപ്പോൾ ഈ വെള്ളം കുറയണ സമയത്ത് വന്ന് ഇവർ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇനിയിപ്പോൾ അടക്കും, അവിടെ ഇറക്കി വിടുന്ന സമയം കഴിയുമ്പോൾ നമുക്ക് ഇവർ അടക്കുമ്പോഴത്തേക്കും ഡാം കംപ്ലീറ്റ് വെള്ളം കയറും. ഇത് നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിലും നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇത് ശരിക്കും ഡാമിൻ്റെ നടുക്ക് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ചെളിയൊക്കെ കണ്ടില്ല, നടുക്ക് ഭാഗത്തായിട്ടാണ് ഈ വന്നത്. അപ്പോൾ ഇവിടെ വെള്ളം നിറച്ചുണ്ടാവുന്നതാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ദൂരെ ഈ കാണുന്നതാണ് അരിക്കൊമ്പൻ്റെയും അതുപോലെ സംഭവങ്ങളൊക്കെ ആനകളൊക്കെ ഉള്ള ഇത്. അവിടെയാണ് അവർ
താമസ സ്ഥലം അവരിങ്ങോട്ടൊക്കെ ഇറങ്ങാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതാണ് ആനയിറങ്ങൽ ഡാം എന്ന് അത് പേര് വന്നതും അതാണ്. ഇവിടെയാണ് കൂടുതലായിട്ടും. അപ്പോൾ അവർക്ക് ഇവിടെ തോട്ടങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും അവർക്ക് വരാറുണ്ട്. അവർ സ്ഥിരമായിട്ട് കുമ്പന്മാരൊക്കെ അവിടെ വന്ന ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാവുന്നത്, അല്ലാണ്ട് നമുക്ക് വേറെ ഡീറ്റെയിൽസ് കാര്യമൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഡാമിൻ്റെത് ശരിക്കും അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ആ ബോട്ടിൻ്റെ ഹൈറ്റ് വരെ ശരിക്കും വെള്ളം പൊങ്ങും. ഇവിടെ ഒരുപാട് ബോട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ ഹൈറ്റിൽ പൊങ്ങും. അപ്പോൾ ഇത് ഡാം ഇപ്പോൾ തുറന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടേക്കാണ്. അതുകൊണ്ടാണ് ഒട്ടും വെള്ളമില്ലാതെ കിടക്കാൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഏകദേശം അടക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ടൈം ആകുമ്പോഴത്തേക്കും അടക്കും എന്ന് പറയുന്നത്. മൊത്തം KCBൻ്റെ ഇതായിട്ടൊക്കെ ഉണ്ടാവും മൊത്തത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ KCBൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് കണ്ടോ, ഒരുപാട് ഹൈറ്റിൽ ഇതാ കാണുന്ന ഹൈറ്റ് വരെ നമ്മൾ കാടുണ്ടല്ലോ, കാടിന് തൊട്ട് താഴെ വരെ വെള്ളം. ആ വെള്ളം കീറുന്ന ശരിക്കും ഒരു പാട് ഉണ്ടല്ലോ, ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ശരിക്കും തേയിലത്തോട്ടമൊക്കെ ഉള്ള അവിടെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. വെള്ളം ഉള്ള ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കണ്ട തേയിലത്തോട്ടത്തിൻ്റെ താഴത്തേക്ക് അവിടെ ഒരു കുറച്ച് മാർക്കിംഗ് ഉണ്ടാവും. ആ മാർക്കിംഗ് വരെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഒരു പ്രകൃതി. അപ്പോൾ ഇനി നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഫുള്ള് വെള്ളമായിരിക്കും, നിങ്ങൾക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് ടൈം എടുത്ത് നിന്നോളാം. ശരിക്കും ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. മൂന്നാർ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ പോകുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഈ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടം പോണതാണ്. വ്യൂ പോയിൻ്റ്, ഫോട്ടോ പോയിൻ്റ്, അല്ലെങ്കിൽ കുണ്ടറ ഡാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അവിടെയൊക്കെ സാധാരണ എപ്പോഴും പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ പോകാത്ത കാണാത്ത സ്ഥലങ്ങളിലേക്കാണ് ഈ പ്രാവശ്യം പോയത്. അപ്പോൾ അതാ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതത്രയും രസകരമായിരുന്നു. ഇവിടെ ആളും തിരക്കൊന്നുമില്ല. അപ്പോൾ അവർ പറയും നല്ല സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഇത്ര നല്ല സ്ഥലമാണ്. പക്ഷേ ഇവിടെ ടൂറിസ്റ്റുകാർ വളരെ കുറവാണ് വരുന്നത്. ഞങ്ങളും കുറച്ച് പേരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ നല്ല ഭംഗിയാണ്. പക്ഷെ കണ്ടിരിക്കും ഒരു പ്രകൃതി കാറ്റും നല്ല സുഖമാണ് കാണാൻ. പക്ഷെ പിന്നെ ഇവിടെ ഈ ഒരു തൂണും ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവം എന്ന് മനസ്സിലായില്ല. ഇവർ പറയുന്നുണ്ട് കംപ്ലീറ്റ് അവിടെ ഫുള്ളായിട്ട് വെള്ളം വരും, പൊങ്ങും. അപ്പോൾ ഈ പറഞ്ഞ ഈ തൂണും സംഭവമൊക്കെ ഡാമിൻ്റെ അടിയിലാവില്ലേ എന്നൊക്കെ ഞങ്ങൾ കുറേ നേരം ഇന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പം എന്തായിരിക്കും എന്ത് ഉദ്ദേശിച്ചായിരിക്കും ഇതുപോലെ ഒരു ടാങ്ക്? അതിൻ്റെ അകത്തൊന്നുമില്ല കേട്ടോ, വെറുതെ വേസ്റ്റാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനത് കണ്ടത് വേസ്റ്റാണത്, അതിൻ്റെ അകത്തൊന്നുമില്ല. ഇങ്ങനെ എന്തൊക്കെയോ കെട്ടി ഇതാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് മൊത്തം മറിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ കുറേ തൂണുകളുണ്ടായിരുന്നു, എല്ലാം മറിഞ്ഞു പോയിട്ടുണ്ട്. അതെന്തിനാണ് അവിടെ ചെയ്തതെന്നൊന്നും നമുക്കറിയില്ല. ആർക്കെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അറിയാൻ പാടില്ലാത്ത എനിക്കും അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് മൂന്നാർ കുറച്ച് നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ആനയിറങ്ങൽ ഡാം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരും. അതുപോലെ നമ്മൾ ആനക്കൊമ്പൻ ഇറങ്ങുന്ന ആനക്കൊമ്പൻ്റെ നാടുമാണിത്. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടിരുന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ നല്ല അടിപൊളി പുതിയൊരു ബോട്ട് കിടപ്പുണ്ട്. പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതും ഇതുപോലെ തന്നെ ചെറിയൊരു അരുവി പോലെ കിടന്നിട്ട് ഇവിടെ ബോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു പാർക്കുണ്ട്. ഇതാ അവിടെ കുറച്ച് പാർക്കാണ്. ആ പാർക്കിൽ കണ്ട ഇപ്പം അതിൻ്റെ ഷീറ്റ് പോലും കളഞ്ഞിട്ടില്ല നമ്മുടെ ഇതിൻ്റെ. അപ്പോൾ അവിടെ പാർക്കുണ്ട്. ആ പാർക്കിലുള്ള ബോട്ടിംഗ് ആണെന്ന് തോന്നുന്നു. പാർക്കിൻ്റെ ഒരു ബോർഡ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ ഒന്നും നിലവിലില്ല കേട്ടോ, ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇനി മഴക്കാലത്തായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഈ വഴി തന്നെ പാർക്ക് കാണാം, പക്ഷെ നമ്മൾ അവിടെ കയറാം. അപ്പോൾ ഈ ഡാമിൻ്റെ തൊട്ട് കുറച്ച് നടന്ന് ബാക്കി വരുമ്പോഴത്തേക്കാണ് ഈ പാർക്ക് കാണുന്നത്. അങ്ങനെ ഈ പാർക്കിൽ ഞങ്ങൾ ഈ ബാക്കിൽ കൂടി കയറി
ഇവിടെ നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഒരു കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കിഡിലിൻ ഏരിയയും കൂടിയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം. ഞങ്ങൾ ഒരുപാട് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചോക്കോബാറൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇതാ വിട്ടു. ഇവിടെ ഇതുപോലൊരു മരത്തിൻ്റെ കൊമ്പ് ഇവിടെ വേറെ ഉണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി ഗേസ്. അപ്പം ഞാനത് എൻ്റെ ഫോട്ടോ ഇട്ടേക്കാം, തമ്പനയിലായിട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ടൊക്കെ ഇട്ടേക്കാം. ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നല്ല ഫോട്ടോസൊക്കെ ഉണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ ദേ ഇതുപോലെ ആക്ടിവിറ്റീസ് ഇവിടെ അത്യാവശ്യം വലിയൊരു പാർക്കാണ്. കുറേ കളിക്കാനും പിള്ളേർക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഏരിയ ആയിരുന്നു. ഇവിടെ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ കുറേ നേരം അത്യാവശ്യം അവിടെ ഡാം, അത് കഴിഞ്ഞ് ഈ പാർക്ക് നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയ വഴി കുറച്ച് സ്ഥലങ്ങളൊക്കെ കയറിയായിരുന്നു. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, എന്നാലും നിങ്ങളെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം കുറേ വീഡിയോസായിട്ട് നിരത്തിയൊന്നും എടുത്തില്ല. കുറേശ്ശെ നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിലാണ് എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എവിടെ വേണമെങ്കിലും പിടച്ച് കയറും. അതുകൊണ്ട് അവർ ഒന്ന് അവിടെ കയറ്റിയൊക്കെ ഇറക്കി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ടുണ്ട്. ഞങ്ങളത് ഇതാണ് ആ ഡാമിൻ്റെ ഫുൾ വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ അവിടം വരെ ഇനി നടക്കണം. നല്ല ലോങ് ഉണ്ട്, അപ്പോൾ നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് അവരൊക്കെ പോയി. അപ്പം ഞങ്ങൾ രണ്ടും, ഞാനും അൽഫി മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം വാ, നല്ല മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അതായത് നല്ല മഴ പൊടിയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇനി അവിടെ പയ്യെ നിന്ന് പോയാൽ ഞങ്ങൾ ഈ നല്ല മഴയത്ത് വെട്ടുപോകും. പിന്നെ ഞങ്ങൾക്ക് അവിടെ കാറിൻ്റെ അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ നനഞ്ഞ് ചീഞ്ഞ് പോകും. അതുകൊണ്ട് വേഗം ഓടിപ്പോവാണ്. നല്ല കാറ്റുമുണ്ട്. അപ്പം അത്യാവശ്യം അവിടെ നിന്നൊക്കെ ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇതാ സ്ഥലമെന്ന് പറയുക. ഇത് ഞങ്ങളുടെ പോകുന്ന വഴിക്ക് തൂക്കുപാലം കണ്ടു. തൂക്കുപാലത്തിന് ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ റിവേഴ്സ് എടുത്ത് പോകുന്നതാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ തൂക്കുപാലം എന്ന് പറഞ്ഞ ചെറിയൊരു സംഭവം, അവിടെ ഭയങ്കര മഴയിപ്പോയി, അവിടെ കയറാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരു ഡാം കൂടി കണ്ടു. പിന്നെ അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു ട്രിപ്പ് കഴിഞ്ഞൊരു മൂടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ഒന്നും ആയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം ഇറങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി കുറച്ച് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടാണ് പോകുന്നത്. അതായത് ഞങ്ങൾക്ക് ഒരു നെല്ലിമരം ഇവിടെ നിൽപ്പുണ്ട്. ഈ നെല്ലിമരത്തിൽ നിന്നൊരു നെല്ലിക്ക പൊട്ടിച്ച്, പിന്നെന്താണ് വഴിയോരങ്ങളിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കണ്ണി കാണുന്നതൊക്കെ പൊട്ടിച്ച് ചാതിക്ക, അതുപോലെ പിന്നെ കൊക്കോക്ക, നെല്ലിക്ക, അതൊക്കെ ഞങ്ങൾ വഴിയിൽ നിന്നൊക്കെ പൊട്ടിച്ച് കഴിച്ചൊക്കെ ഒരു നല്ലൊരു ഫണ്ണി ട്രിപ്പായിട്ട് നല്ലൊരു രസകരമായ നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് മറ്റൊരു ഡാം. നമ്മുടെ ഇവിടേക്ക് നല്ല മഴയാണ്, നല്ല തകർപ്പ് മഴയാണ്. തോടും തോളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡാമുകളൊന്നും നിറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഡാമൊക്കെ എന്താണ് ഇവിടേക്ക് വെള്ളം ഇത്രയും കുറവ് എന്നെനിക്കറിയില്ല. നമ്മുടെ ഇവിടെ നല്ല മഴ ഉണ്ടെങ്കിലും അവിടേക്ക് അത്രയും മഴ പെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു നാട്ടുകാരൻ പറഞ്ഞു കേട്ടോ, ഒരുപാട് മഴയൊന്നും ഇപ്രാവശ്യം പെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അല്ലേ ഡാമൊന്നും അറിയാതെ കിടക്കുന്നത്. അപ്പം കാണാം. പക്ഷേ ഏറ്റവും നല്ല ഭംഗിയുള്ള പ്രകൃതി എന്ന് പറയുന്നത് ഈ മഴക്കാലം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ട്രിപ്പ് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 1 ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ പോയിട്ട് വാ, നമുക്കൊന്ന് എൻജോയ് ചെയ്ത് വരാം അല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് ഇതും കൂടി ഉള്ളൂ. ഞങ്ങൾ പോകുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.